ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ വ്യത്യസ്തമായ സിസ്റ്റംസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, ഈ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം? മസ്കുലോ എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം? മസിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം. അതായത് നമ്മുടെ ശരീരത്തിലെ പേശികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം ഏതെന്ന് പറയുന്നത് ഈ മസ്കുലോ എന്ന് പറയുന്നത്. സ്കെലിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം അസ്ഥികളാണ് അല്ലേ? സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അസ്ഥികളാണ്. അപ്പോൾ ഈ മസിൽസ് വേറെ അസ്ഥികൾ വേറെ നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ അല്ല. അവ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്കോമോഷൻ അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നത്? പോസിബിൾ ആവുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന മസ്കുലാർ സിസ്റ്റം അല്ലെങ്കിൽ മസിൽസിനെ പറ്റിയാണ്. ഇത് ജസ്റ്റ് ഒരു വളരെ ചെറുതായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നിരിക്കലും ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം പറഞ്ഞു പോവാം. മസിൽസിനെ പറ്റിയുള്ള പഠനമാണ് മയോളജി എന്നറിയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് മസിൽസ് ഈസ് നോൺ ആസ് മയോളജി. പലപ്പോഴും വളരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. മസിൽസിനെ പറ്റി, പേശികളെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? നമ്മൾ മയോളജി എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം, മസിൽസിന്റെ എണ്ണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 639 നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഞാനൊരു സ്റ്റാർ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റാർ പറയുന്നത് കണ്ടീഷൻ സപ്ലൈ എന്നാണ്. അതായത് ചില ടെക്സ്റ്റ് ബുക്കുകൾ ഇത് എന്ത് ചെയ്യാറുണ്ട്, വാല്യൂ മാറിയൊക്കെ കാണാറുണ്ട്. അത് പ്രോപ്പർലി മേ ബി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇപ്പോഴും എണ്ണി എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നിരിക്കലും പലയിടത്തും ഒഫീഷ്യലി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആൻസറാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന 639 എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഓർത്ത് വയ്ക്കുക. പലപ്പോഴും ഓപ്ഷനിൽ 600+ എന്നൊക്കെ കാണാറുണ്ട്. അതും എന്ത് തന്നെയാണ്, ശരിയായ ഉത്തരം തന്നെയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 639 പേശികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ശരീരത്തിൽ മസിൽസ് ഇല്ലാത്ത ഒരു അവയവം നമുക്കറിയുന്നതാണ്, ശ്വാസകോശം എന്തുപോലെയാണ്? സ്പോഞ്ച് പോലെയാണ് അല്ലേ? എന്തില്ല അതിനകത്ത്? മസിൽസ് ഇല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മസിൽസ് ഇല്ലാത്ത ഒരേ ഒരു അവയവം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ലങ്സ് ആണ്. അത് നമ്മുടെ എന്താണ്? ശ്വാസകോശമാണെന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ബട്ടോക്സ് ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഈ മസിലാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ, മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ എന്ന് പറയുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസ്. മാക്സിമം വലുപ്പുണ്ടെന്ന് എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അതേസമയം മനുഷ്യ ശരീരത്തിലെ സ്മോളസ്റ്റ് മസിലാണ്, ഏറ്റവും ചെറിയ പേശിയാണ് ചോദിക്കുന്നെങ്കിൽ അത് ചെവിയിലുള്ളതാണ്, സ്റ്റെപ്പീഡിയസ് എന്ന് പറയുന്നതാണ്. ഇത് ഞാൻ പഠിപ്പിച്ചതാണ്. എന്നിരിക്കലും ഒന്നുകൂടെ പറയുന്നു, ഇനിയും വഴി എനിക്ക് ഒന്നുകൂടെ പറയേണ്ടതുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, എല്ല് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പീസ് ആണ്. അത് എവിടെ വരുന്നത് തന്നെയാണ്? ചെവിയിൽ വരുന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരത്തിലെ ചെവിയിലെ മസിലാണ് ഇതെന്ന് പറയുന്നത് സ്റ്റെപ്പീഡിയസ് എന്ന് പറയുന്നത്. അതാണ് ഇതെന്ന് പറയുന്നത് ഏറ്റവും ചെറിയ മസിൽ എന്ന് പറയുന്നതും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് മസ്കുലർ സിസ്റ്റത്തെ പറ്റി? വളരെ സിമ്പിളായി നമ്മൾ പഠിച്ചത്. മസിൽസിനെ പറ്റിയുള്ള പഠനം മയോളജി എന്നറിയപ്പെടുന്നു. ഏകദേശം 639 മസിലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. മസിലുകളില്ലാത്ത ഒരേ ഒരു അവയവം ലങ്സ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ എന്ന് പറയുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഏറ്റവും ചെറിയ മസിൽ എന്ന് പറയുന്നത് സ്റ്റെപ്പീഡിയസ് ആണ്. ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. ഇനി മസിൽസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മസിൽസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ 3 ആണ്. അത് സ്ട്രിയേറ്റഡ്, സ്മൂത്ത്, കാർഡിയാക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഈ ആദ്യത്തെ മസിൽസ് സ്ട്രിയേറ്റഡ് മസിൽ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അസ്ഥി പേശി എന്നൊക്കെ പറയും. ഈ സ്കെലിറ്റൽ മസിൽ എന്തിന്? മലയാളത്തിൽ. ഇനി സ്ട്രിയേറ്റഡ് മസിലിന്റെ മലയാളം വേണമെന്നുണ്ടെങ്കിൽ രേഖാങ്കിത പേശി എന്ന് പറയും. ഞാൻ ജസ്റ്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആവശ്യമുള്ളവർ മാത്രം നോട്ട് ചെയ്താൽ മതി. മലയാളം ടേംസ് ഉപയോഗം വരുന്നവരുണ്ടാവും അല്ലേ? ഞാൻ ഇതിന്റെ റീസൺ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ രേഖാങ്കിത പേശി അല്ലെങ്കിൽ അസ്ഥി പേശി എന്ന് നമ്മൾ പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് പേരുകളിൽ നിന്ന് തന്നെ ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കുകയും ഈ രണ്ട് പേരുകളും പഠിച്ചാൽ തന്നെ ആദ്യത്തെ കാര്യം നമുക്ക് മനസ്സിലാവും. അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ്, ബോൺസുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ബോൺസുമായി ചേർന്ന് കാണപ്പെടുന്നു, അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്നു എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് രേഖാങ്കിത പേശി അല്ലെങ്കിൽ സ്ട്രിയേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരകളുണ്ട്, രേഖകളുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രിയേഷൻസ് ആർ സീൻ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വരകൾ കാണുന്നുണ്ട്. ഡാർക്ക് ആയിട്ടുള്ളതും ഇരുണ്ടതും ലൈറ്റ് ആയിട്ടുള്ള ഇളം നിറത്തിലുള്ളതുമായിട്ടുള്ള വരകൾ, കുറുകെയുള്ള വരകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഇത്തരത്തിൽ വരകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും എന്ത് ചെയ്ത് നമുക്ക് ഓൾറെഡി പഠിച്ചു. ആ പേരിൽ തന്നെ കിട്ടി, സ്കെലിറ്റൽ മസിൽ അല്ലെങ്കിൽ സ്ട്രിയേറ്റഡ് മസിൽ. സ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ ബോണുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സ്ട്രിയേറ്റഡ് എന്ന് പറയുമ്പോൾ രേഖകളുള്ള സ്ട്രിയേഷൻസ് ഉള്ള മസിലാണെന്ന് മനസ്സിലായി. ഇനി
ഇതിലെ സെൽസിന്റെ ഷേപ്പ് ചോദിക്കുകയാണെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. സിലിണ്ടർ ആകൃതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇതിലെ സെൽസ്, ഇതിലെ കോശങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ സ്ട്രിയേറ്റഡ് മസിൽസിന്റെ അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസിന്റെ സെൽസിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അത് സിലിണ്ടറിക്കൽ സെൽസ് ആണ്. ഇനി നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ് സ്ട്രിയേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസ് ആണ് എന്തിന് പോസിബിൾ ആവുന്നത്, എന്ത് സാധ്യമാക്കുന്നത്, വോളണ്ടറി മൂവ്മെന്റ്സ്, നമുക്കൊന്ന് കൈ പൊക്കണമെങ്കിലോ കാല് പൊക്കണമെങ്കിലോ നടക്കണമെങ്കിലോ ഇരിക്കണമെങ്കിലോ ഒക്കെയുള്ള ആക്ടിവിറ്റീസ്, വോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, ഈ പറയുന്ന സ്ട്രിയേറ്റഡ് മസിൽസിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ മറക്കരുത്, സ്ട്രിയേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ സ്കെലറ്റൽ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മനസ്സിൽ വരണം ബോണുകളുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു, മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രിയേഷൻസ്, വരകൾ നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതുപോലെ വോളണ്ടറി മൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നു, പോസിബിൾ ആക്കുന്നതും ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ മസിൽ, അതാണ് സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ നോൺ സ്ട്രിയേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു പോയിന്റ് ആണ്. ഇൻവോളണ്ടറി മൂവ്മെന്റുകൾ പോസിബിൾ ആക്കാനായിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഈ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ നോൺ സ്ട്രിയേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് നമ്മുടെ ആന്തരാവയവങ്ങളായിട്ടുള്ള സ്റ്റൊമക്ക്, നമ്മുടെ വയറ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, നമ്മുടെ ചെറുകുടൽ, നമ്മുടെ ബ്ലഡ് വെസൽ, നമ്മുടെ രക്തക്കുഴലുകൾ, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്, ഈ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ നോൺ സ്ട്രിയേറ്റഡ് മസിൽ കാണപ്പെടുന്നത്. ഇതിന്റെ ഷേപ്പ് സ്പിൻഡിലാണ്. ഈ കാണുന്ന ഷേപ്പിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുന്നത്. സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങൾ നമ്മൾ പറയാം. ഇതിനകത്ത് എന്ത് കാണപ്പെടുന്നില്ല, കുറുകെയുള്ള വരകൾ കാണപ്പെടുന്നില്ല. ഈ കുറുകെയുള്ള വരകൾ കാണുമ്പോൾ എന്തായിട്ട് മാറും, സ്ട്രിയേറ്റഡ് ആയിട്ട് മാറും. ഇതിൽ എന്തില്ല, ആ കുറുകെയുള്ള വരകളില്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ നോൺ സ്ട്രിയേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറഞ്ഞ്, ആന്തരാവയവങ്ങളായിട്ടുള്ള സ്റ്റൊമക്കിൽ, നമ്മുടെ ആമാശയത്തിൽ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ചെറുകുടലിൽ, ബ്ലഡ് വെസൽസിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവർ പോസിബിൾ ആക്കുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്പിൻഡിൽ ഷേപ്പാണ്, കുറുകെ എന്തില്ല, വരകളില്ല. ഇനി മൂന്നാമത്തെ ആള് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളാണ്, കാർഡിയാക് മസിലാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹൃദയത്തിന്റെ ഭിത്തിയിൽ, വാൾസ് ഓഫ് ദ ഹാർട്ട്, സീൻ ഓൺ ദ വാൾസ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ഭിത്തിയിലാണ് എന്ത് ചെയ്യുന്നത്, കാർഡിയാക് മസിലുകൾ കാണപ്പെടുന്നത്. ബ്രാഞ്ചഡ് സെൽസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, അത് ശാഖകളായിട്ട് ഇങ്ങനെ പിരിയുന്നുണ്ട്. അങ്ങനെ ബ്രാഞ്ചഡ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ചഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കെലറ്റൽ മസിൽ ആണെങ്കിൽ സിലിണ്ടറിക്കൽ സെൽസ് ആണ്, സ്മൂത്ത് മസിൽ ആണെങ്കിൽ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്, കാർഡിയാക് മസിൽ ആണെങ്കിൽ ഷേപ്പ് അല്ല പറയുന്നത്, പക്ഷേ ബ്രാഞ്ചഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രിയേഷൻസ് കാണപ്പെടുന്നുണ്ട്. ഈ കുറുകെ വരകൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നീല വരകൾ എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ ചുവപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. അത് ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മസിലാണ് ഇതെന്ന് പറയുന്നത്, കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിനും അതിൽ റോൾ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ പറയാം, ബട്ട് സ്റ്റിൽ എന്തായാലും അത് പൂർണ്ണമായും ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്ന മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ളത് ഏതാണ്, അത് സ്മൂത്ത് മസിലാണ്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ, അത് ആരാ കൺട്രോൾ ചെയ്യുന്നത്, കാർഡിയാക് മസിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയപ്പെടുന്നത്. പക്ഷെ ഒരിക്കലും ചോദ്യ പേപ്പറിൽ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്ന മസിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഒന്നുകിൽ സ്മൂത്ത് മസിലാണ് അല്ലെങ്കിൽ നോൺ സ്ട്രിയേറ്റഡ് മസിലാണ്. ഓക്കെ, ഒറ്റ ഉത്തരവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് പറഞ്ഞു, പക്ഷെ രണ്ടും ഒന്നാണ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയാം അല്ലേ. ഒന്നുകിൽ അത് സ്മൂത്ത് മസിലാണ് അല്ലെങ്കിൽ അത് എന്താണ്, നോൺ സ്ട്രിയേറ്റഡ് മസിലാണ്. ഇത് ഓൾറെഡി മസിൽസിനെ പറ്റി ഞാൻ സംസാരിച്ചാണ്, എന്നിരിക്കലും ഒന്നുകൂടെ എന്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിച്ചെന്ന് പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. മസിലിനെ പറ്റി എന്ത് ചെയ്താൽ മതി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് പോകാനുള്ളത് സ്കെലിറ്റൽ സിസ്റ്റത്തിലേക്കാണ് അല്ലേ. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. എല്ലുകളെ പറ്റിയുള്ള പഠനം, ബോൺസിനെ പറ്റിയുള്ള പഠനമാണ് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസ്റ്റിയോ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, ഓർത്തോ എന്ന് പറയുന്ന വാക്ക് എല്ലുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഓർത്തോപീഡീഷ്യൻ, ഓർത്തോപീഡിക് സർജൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഈ ഓസ്റ്റിയോ എന്ന് പറയുന്ന വാക്കും ഓർത്തോ എന്ന് പറയുന്ന വാക്കും എല്ലുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വയ്ക്കുക. കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വഴി ചിലപ്പോൾ ആൻസർ പറയാൻ പറ്റും. അപ്പോൾ അതെ, എല്ലിനെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്, ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ എല്ലുകൾ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓസ്റ്റിയോജെനസിസ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ SSC. മനുഷ്യ ശരീരത്തിൽ എല്ലുകൾ രൂപീകരിക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയയെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു, ഓസ്റ്റിയോജെനസിസ് എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിലെ എല്ലുകളെല്ലാം പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് മൂലകങ്ങൾ കൊണ്ടാണ്, ഒന്ന് കാൽഷ്യം, രണ്ട് ഫോസ്ഫറസ്. ഏതൊക്കെയാണ് മനുഷ്യ ശരീരത്തിലെ എല്ലുകൾ ഉണ്ടാക്കുന്നതിനുള്ള അല്ലെങ്കിൽ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ട രണ്ട് പ്രധാന ഘടകങ്ങൾ, കാൽഷ്യവും ഫോസ്ഫറസും ആണ്. കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ഹൈ എമൗണ്ട് വിച്ച് ഗീവ്സ് ഹാർഡ്നെസ്. ചേർത്ത് പറയാം, കാൽഷ്യം ഫോസ്ഫറസ് ആണ് നമ്മൾ പറഞ്ഞു. കാൽഷ്യം ഫോസ്ഫറസും കൂടി ചേർന്ന് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എല്ലുകൾക്ക് വേണ്ട ബലം തരുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള ഭാഗങ്ങളാണ് ഇതെന്ന് പറയുന്നത്, എല്ലുകൾ എന്ന് പറയുന്നത് അല്ലെ. ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത്, എല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൊടുക്കുന്ന ആ ഒരു
ഹാർഡ്നെസ്സിന് കാരണമാകുന്ന സബ്സ്റ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇതിനോട് ചേർത്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടതാണ്, അവിടെ ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ കിഡ്നി സ്റ്റോണിനെ പറ്റി പഠിച്ചിരുന്നു അല്ലേ? കിഡ്നിക്ക് വരുന്ന ഡിസീസസിനെ പറ്റി പറയുമ്പോൾ ഞാൻ കിഡ്നി സ്റ്റോണിനെ പറ്റി പറഞ്ഞിരുന്നു. കിഡ്നി സ്റ്റോൺ കെമിക്കലി എന്താണെന്ന് ചോദിക്കാറുണ്ട്. കെമിസ്ട്രിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നിരിക്കലും ഞാൻ ഇവിടെയും ഒന്ന് പറയാണ്. കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ആക്ച്വലി കാൽഷ്യം ഓക്സാലേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. മൂത്രത്തിൽ കല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സാലേറ്റ് കോമ്പൗണ്ട്സ് ആണ്. കാൽഷ്യത്തിന്റെ കോമ്പൗണ്ട് തന്നെയാണ്. കാൽഷ്യം ഫോസ്ഫേറ്റ് ബോൺ ആണെങ്കിൽ കാൽഷ്യം ഓക്സലേറ്റ് കല്ലാണ് എന്ന് ഓർത്ത് വെക്കുക. ടു ബി സ്പെസിഫിക്, കിഡ്നിയിൽ വരുന്ന കല്ലാണെന്ന് എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കാൽഷ്യം ഓക്സലേറ്റും ചില സമയങ്ങളിൽ അത് കാൽഷ്യം ഫോസ്ഫേറ്റും ആവാട്ടോ. കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ചില അതായത് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 80% കേസസിലും കാൽഷ്യം ഓക്സാലേറ്റ് തന്നെയായിരിക്കും, 20% കേസസിൽ അത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിരിക്കും. പക്ഷെ പൊതുവേ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇന്നേവരെ SSCO RRBO ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ആൻസറിൽ ഉണ്ടാവുക ഏത് തന്നെയാണ്, നമ്മുടെ കാൽഷ്യം ഓക്സാലേറ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു. എല്ലിന് ഹാർഡ്നെസ് കൊടുക്കുന്ന സബ്സ്റ്റൻസ് കാൽഷ്യം ഫോസ്ഫേറ്റ് തന്നെയാണ്. അതും ഒരു പരിധിവരെ കിഡ്നി സ്റ്റോണിന് കാരണമാവാറുണ്ട്. ബട്ട് ടെക്നിക്കലി കിഡ്നി സ്റ്റോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, കാൽഷ്യം ഓക്സാലേറ്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എല്ലിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന എലമെന്റ് ഏതാണ്, അല്ലെങ്കിൽ മെറ്റൽ ഏതാണ്, ലോഹം ഏതാണ്, മൂലകം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒറ്റ ഉത്തരം കാൽഷ്യം എന്നാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ പറയേണ്ടത്. അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ട മെറ്റൽ അല്ലെങ്കിൽ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്, കാൽഷ്യം തന്നെയാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? എല്ലിനെ പറ്റിയുള്ള പഠനം ഓസ്റ്റിയോളജി എന്നറിയപ്പെടുന്നു. എല്ലുകളുടെ രൂപീകരണം ഓസ്റ്റിയോജെനസിസ് എന്നറിയപ്പെടുന്നു. എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനമായും കാൽഷ്യവും ഫോസ്ഫറസും കൊണ്ടാണ്. ടു ബി പ്രിസൈസ്, കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ഒപ്പം നമ്മളൊരു എക്സ്ട്രാ കാര്യം പഠിച്ചു, കാൽഷ്യം ഓക്സാലേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. എല്ലിന്റെയും പല്ലിന്റെയൊക്കെ ആരോഗ്യത്തിന് വേണ്ട സാധനമാണ് അല്ലെങ്കിൽ പ്രധാന ഘടകമാണ് ഇതെന്ന് പറയുന്നത്. കാൽഷ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്തതിലോട്ട് പോകാലോ. അടുത്തത് മക്കളെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് വട്ടം SSCയും RRBയും ഇതിന് കേരള PSC മാറി ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഈ എല്ലിനെ എല്ലുമായിട്ടും എല്ലിനെ മസിലുമായിട്ടും കണക്ട് ചെയ്യുന്ന രണ്ട് സാധനങ്ങളുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ ചോദിക്കുക. ടിഷ്യൂ ദാറ്റ് കണക്ട്സ് ബോൺസ് ടു അതർ ബോൺസ് ആർ നോൺ ആസ്. എല്ലിനെ എല്ലുമായി കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പേരാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. ഓർക്കാൻ ഭയങ്കര സിമ്പിളാണ്. ബോൺ എന്ന് വെച്ചാൽ എല്ലാണ് അല്ലേ? ബോൺ എന്ന് വെച്ചാൽ എല്ലാണ്. അപ്പൊ എല്ലിനെയും ചേർക്കുന്നത് മറ്റൊരു എല്ല് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബോൺ എന്ന് വെച്ചാൽ എല്ലാണ് അല്ലേ? എല്ല് നമുക്കത് ലെറ്റർ എല്ലാക്കി എടുക്കാം അല്ലേ? എല്ലിനെയും ചേർക്കുന്നത് മറ്റൊരു എല്ലാണ്, വിച്ച് ഈസ് ലിഗമെന്റ്. ഇത് പണ്ട് ബയോളജി ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളിൽ ഒരാൾ തന്നെ എനിക്ക് സംഭാവനയായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കോഡാണ്, ഓർത്ത് വെക്കുക. എല്ലിനെയും കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ് ആണ്. അതേസമയം എല്ലിനെയും മസിലിനെയും കണക്ട് ചെയ്യുന്നത്, ബോണിനെയും മസിലിനെയും കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്, ടെൻഡൻ ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ എല്ലിനെയും കണക്ട് ചെയ്യുന്നത് മറ്റൊരല്ല, ലിഗമെന്റ്. അപ്പോൾ എല്ലിനെയും മസിലിനെയും കണക്ട് ചെയ്യുന്നത് എന്താണ്, ടെൻഡൻ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി ടെൻഡൻ ആയാലും ലിഗമെന്റ് ആയാലും നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്, കൊളാജൻ ആണ്. ബോത്ത് ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ് ആർ മെയ്ഡ് ഓഫ് കൊളാജൻ. ടെൻഡൻ ആയാലും ലിഗമെന്റ് ആയാലും എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, കൊളാജൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 206 ആണ് ഇതെന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ടോട്ടൽ എല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തിലെ മൊത്തത്തിലുള്ള എല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, 206 ആണെന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ച്. എല്ലും കൂട്ടിച്ചേർക്കുന്ന ടിഷ്യൂ ലിഗമെന്റ് ആണ്. എല്ലും മസിലും കൂട്ടിച്ചേർക്കുന്ന ടെൻഡൻ ആണ്. ടെൻഡനും ലിഗമെന്റും കൂടി ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് കൊളാജൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്. മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം എത്രയാണ്, 206 ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ മസിൽസിൻ്റെയും എല്ലുകളുടെയും അല്ലെ ബോൺസിൻ്റെയും ബേസിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് നമ്മുടെ ഒരു ശരീരത്തിലെ ചലനമൊക്കെ പോസിബിൾ ആവുന്നത്, ഒരു രണ്ടുപേരും കൂടെ പണിയെടുത്തിട്ട് എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ബോൺസ് ആൻഡ് മസിൽസ് ഫെസിലിറ്റേറ്റ് എ വെറൈറ്റി ഓഫ് മൂവ്മെന്റ്സ്. ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലുകളും മസിലുകളും ഒരുമിച്ച് പണിയെടുക്കുമ്പോഴാണ് അവരുടെ കമ്പൈൻഡ് ആക്ഷനാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമായ മൂവ്മെന്റ്സ്, വ്യത്യസ്തമായ ചലനങ്ങൾ എന്ത് ചെയ്യുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആവുന്നത്. മൂവ്മെന്റ് ഈസ് ഇഫക്റ്റീവ് ആൻഡ് കംപ്ലീറ്റ് വെൻ മസിൽസ് വർക്ക് ഇൻ കോമ്പിനേഷൻ വിത്ത് ബോൺസ്. ഈ മൂവ്മെന്റ് ഇഫക്റ്റീവ് ആവുന്നതും കംപ്ലീറ്റ് ആവുന്നതും എപ്പോഴാണ്, ബോൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് പണിയെടുക്കുമ്പോഴാണ്.
ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊരു മസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പറയുന്ന ആക്ഷൻസ് പോസിബിൾ ആവുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കയ്യിൽ ഈ ബൈസെപ്സ് എന്താ പറയുക, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു ഫ്ലെക്സർ മസിൽ എന്ന് പറയുന്ന മസിൽ, അതിന്റെ പേരൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ആക്ഷൻ കാണിക്കാനാണ്. ഒരു മസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോഴാണ് അതിങ്ങനെ ഉരുണ്ട് വരിക, നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ബാക്കിലുള്ള അതിന്റെ വേറൊരു മസിൽ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കൈ എന്നിട്ട് സ്ട്രെയിറ്റ് ആക്കുമ്പോൾ ഈ ഫ്ലെക്സർ മസിൽ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും അല്ലെ. ഈ ഉരുണ്ടിരിക്കുന്ന സാധനം, ഈ ബൈസെപ്സ് ആയിട്ട് നമ്മൾ കാണുന്ന സാധനം എന്ത് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, നീളത്തിലാവുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ മസിൽ എന്ത് ചെയ്യും, അത് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ മസിൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ മറ്റൊന്ന് കോൺട്രാക്ട് ചെയ്യും, ഒന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊന്ന് റിലാക്സ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അല്ലേ. ബൈസെപ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈസെപ്സ് റിലാക്സ് ചെയ്യുന്നുണ്ട്. നേരെ തിരിച്ച് ട്രൈസെപ്സ് റിലാക്സ് ചെയ്യുമ്പോൾ ബൈസെപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ pairs of muscles which are opposite in an action are called antagonistic muscles. ഇതുപോലെ തന്നെ SSC ചോദിച്ചിട്ടുള്ളതാണ്. Pairs of muscles which are opposite in action are called antagonistic muscles. അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഓപ്പോസിറ്റ് ആക്ഷനിൽ വരുന്ന മസിലുകളെ, അത്തരത്തിലുള്ള പെയർ ഓഫ് മസിൽസിനെ രണ്ടിനെയും ചേർത്ത് നമ്മൾ എന്ത് പറയും, ഒരു നായകനും ഒരു വില്ലനും അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് പറയും, ഒരു ആന്റഗോണിസ്റ്റിക് മസിൽസ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ പറയാറുള്ളത്. ഇനി നമുക്ക് മസിലിനെ പറ്റി അറിയേണ്ടത് മറ്റൊരു വാക്കാണ് മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഠിനമായ എക്സസൈസുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുറേ ദൂരം നടക്കുക, കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഭാഗങ്ങളിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ആവും. അങ്ങനെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ആവുമ്പോൾ മസിൽസ് ഗെറ്റ് എക്സോസ്റ്റഡ് ആൻഡ് ടെമ്പററി ലൂസ് ദ പവർ ഓഫ് കോൺട്രാക്ഷൻ. അവർക്ക് താൽക്കാലികമായിട്ട് അവരുടെ കോൺട്രാക്ട് ചെയ്യാനുള്ള പവർ എന്ത് ചെയ്യും, താൽക്കാലികമായിട്ട് നഷ്ടപ്പെടും. അതിനെയാണ് നമ്മൾ മസിൽ ഫാറ്റീഗ് അല്ലെങ്കിൽ പേശീക്ലമം എന്ന് പറയാറുള്ളത്. ചോദ്യം എങ്ങനെയൊന്നും വരാറില്ല, ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടേ വരാറുള്ളൂ. മസിൽ ഫാറ്റീഗിന് അല്ലെങ്കിൽ പേശീക്ലമത്തിന് കാരണമാവുന്നത് എന്തിന്റെ അക്യുമുലേഷൻ ആണ് എന്നാണ് SSC മാറാബിയും എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. ഈ മസിൽസ് ടയേർഡ് ആവുന്നത്, മസിൽസിൽ പെയിൻ വരുന്നത് എന്ത് റീസൺ കൊണ്ടാണ്, കുറെ നേരത്തിലുള്ള കഠിനമായ എക്സസൈസിന് ശേഷം മസിൽസിൽ പെയിൻ വരുന്നത് അല്ലെങ്കിൽ മസിൽസിന്റെ ആ ഒരു ടെമ്പററി മൂവ്മെന്റ് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത് എന്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ കൊണ്ടാണ്. അപ്പൊ അതിന് എന്താ ചെയ്യാൻ പറ്റുക, സൊല്യൂഷൻ ആയിട്ട് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ ലാക്റ്റിക് ആസിഡ് എല്ലാം പല വഴിക്ക് പോകും. നമുക്ക് നമ്മുടെ കോൺട്രാക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ആ മസിലിൻ്റെ പൂർണ്ണമായ ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ മസിൽ ഫാറ്റിക്കിൻ്റെ മുഴുവൻ കഥയും ഞാൻ പറഞ്ഞത് ഈ ഒറ്റ പോയിന്റ് പഠിപ്പിക്കാനാണ്. ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മസിൽസിന് വേദന ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അത് എക്സോസ്റ്റഡ് ആവുന്നത്, അതിൻ്റെ ടെമ്പററി അതിൻ്റെ പവർ ഓഫ് കോൺട്രാക്ഷൻ നഷ്ടമാവുന്നത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ SSC ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു, which of the following muscle proteins have pivotal role in muscle contraction and movement. മസിലിന്റെ കോൺട്രാക്ഷനിലും മസിലിന്റെ ചലനങ്ങളിലും പിവറ്റൽ റോളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോളുള്ള മസിൽ പ്രോട്ടീൻ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഒന്നുകിൽ ഓപ്ഷനിൽ ആക്ടിൻ ഉണ്ടാവും അല്ലെങ്കിൽ ഓപ്ഷനിൽ ഉണ്ടാവും മയോസിൻ ഉണ്ടാവും. രണ്ടും എന്ത് തന്നെയാണ്, ഒരുപോലെ പ്രധാനപ്പെട്ട രണ്ട് മസിൽ പ്രോട്ടീനുകളാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആക്ടിൻ ആയാലും മയോസിൻ ആയാലും മസിൽ കോൺട്രാക്ഷനിലും മസിൽ ചലനങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള രണ്ട് മസിൽ പ്രോട്ടീൻ ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ബേസിക്സ് പഠിച്ചു, അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഈ മസിൽസും ബോൺസും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടുന്ന മൂവ്മെന്റ് പോസിബിൾ ആവുന്നതെന്ന് പറഞ്ഞു. അതിലൊന്ന് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്ന് റിലാക്സ് ചെയ്യാറുണ്ട്, ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ മറ്റൊന്ന് കോൺട്രാക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പോസിറ്റ് ആക്ഷനിൽ വരുന്ന പെയേഴ്സ് ഓഫ് മസിൽസിനെ നമ്മൾ പേരിട്ട് വിളിച്ചത് ആന്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് നമ്മൾ അവരെ വിളിക്കുന്നു പറഞ്ഞു. അതുപോലെ മസിൽ ഫാറ്റീഗ് അല്ലെങ്കിൽ പേശീക്ലമത്തിന് കാരണമാവുന്നത് ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് മസിൽസിന്റെ പ്രോപ്പർ വർക്കിങ്ങിന് നമുക്ക് ആവശ്യമുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഒന്ന് ആക്ടിനും രണ്ട് മയോസിനും എന്ത് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങോട്ട് പോകാം, സ്കെലിറ്റൽ സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിലിട്ട് പോകാം അല്ലെ. ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി സ്കെലിറ്റൽ സിസ്റ്റം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റത്തെ പ്രധാനമായും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആക്സിയൽ സ്കെലിറ്റൺ, രണ്ട് അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ. ഒന്ന് ആക്സിയൽ സ്കെലിറ്റൺ, രണ്ട് അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ. ഈ ആക്സിയൽ സ്കെലിറ്റനെ നമ്മൾ മലയാളത്തിൽ പറയുക അക്ഷാസ്തികൂടം എന്നാണ്. അക്ഷാസ്തികൂടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൻഡിക്കുലർ സ്കെലിറ്റനെ നമ്മൾ പറയാ അനുബന്ധാസ്ഥികൂടം എന്നാണ്. എന്താണ് മലയാളം, എന്താ പറയുക, ഇത്തിരി കടുത്ത വാക്കുകളാണ്, എന്നാലും വേണ്ടവർ ഓർത്തു വെക്കുക. അപ്പൻഡിക്കുലർ സ്കെലിറ്റനെ നമ്മൾ എന്ത് പറയും, അനുബന്ധാസ്ഥികൂടം എന്നും പറയും. ഇതില് ഈ ആക്സിയൽ സ്കെലിറ്റണിൽ എത്ര ഉണ്ട്, 80 ഉണ്ട്. അപ്പൻഡിക്കുലർ സ്കെലിറ്റണിൽ എത്ര ബോൺസ് ഉണ്ട്, 126 ഉണ്ട്. അപ്പൊ ഈ ആക്സിയൽ സ്കെലിറ്റന്റെ 80 ബോണും അപ്പൻഡിക്കുലർ സ്കെലിറ്റന്റെ 126 ബോണും കൂട്ടുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് എത്രയായിട്ട് മാറുന്നത്, 206 ആയിട്ട് മാറുന്നത്. പക്ഷെ 206 എത്ര ബോൺസ് ഒന്നും ഇനി ഒരിക്കലും
ചോദിക്കില്ല, കാരണം അത്രയും വട്ടം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി വളരെ സ്പെസിഫിക് ആയിട്ട് മനുഷ്യ ശരീരത്തിൽ ആക്സിയൽ സ്കെൽട്ടനിൽ എത്ര ബോൺസ് ഉണ്ട്, അപ്പൻഡിക്കുലാർ സ്കെൽട്ടനിൽ എത്ര ബോൺസ് ഉണ്ട്, അക്ഷാസ്ഥി കൂടത്തിൽ എത്ര ബോൺസ് ഉണ്ട്, അനുബന്ധ അസ്ഥി കൂടത്തിൽ എത്ര ബോൺസ് ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. ഇനി എന്താണ് ഈ ആക്സിയൽ സ്കെൽട്ടൻ എന്ന് ചോദിച്ചാൽ നീല നിറത്തിൽ കാണുന്നത് കണ്ടോ, ഈ ഇയർ, സ്കള്ള്, ബോർഡ്, റിബിന്റെ കേജ്, വെർട്ടിബ്രൽ കോളം, ഇതെല്ലാം ചേരുന്നതാണ് ഇതെന്ന് പറയുന്നത് ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. അതല്ലാതെ ബാക്കി നിങ്ങൾ ആ ചോപ്പിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളും, കയ്യ്, കാല്, ഷോൾഡർ, പെൽവിക് ഗേർഡിൽ, ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് ഇതെന്ന് പറയുന്നത് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതിൽ ആക്സിയൽ സ്കെൽട്ടൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കള്ളിൽ എത്ര ബോൺസാണ് വരുന്നത്, 29 ബോൺസാണ് വരുന്നത് അല്ലേ. സ്റ്റേണം ഒരെണ്ണം, റിബ്സിൽ 12 × 24, വെർട്ടിബിൾ കോളം 26, ഇതെല്ലാം ചേർത്തിട്ടാണ് എന്ത് വരുന്നത്, മൊത്തം 80 എണ്ണം വരുന്നത്. സോ നമുക്കത് എന്ത് ചെയ്യാം, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു മൊത്തം എത്ര ബോൺ ഉണ്ട്, 80 ബോൺസ് ഉണ്ട്. സ്കള്ളിൽ എത്ര ബോൺസ് ഉണ്ട്, മനുഷ്യന്റെ തലയോട്ടിയിൽ എത്ര ബോൺ ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 22 ബോണുകളാണുള്ളത്. അതിൽ 8 എണ്ണം ക്രേനിയവും ഫേഷ്യൽ ബോൺസ് 14 എഗെയിൻ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുണ്ട്, മനുഷ്യന്റെ മുഖത്ത് എത്ര എല്ലുകളാണുള്ളത്. മനുഷ്യന്റെ മുഖത്തുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ ഫേഷ്യൽ ബോൺസിന്റെ എണ്ണം 14. ക്രേനിയം 8 എണ്ണം കൂടെ കൂട്ടുമ്പോൾ തലയോട്ടി മൊത്തം പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, 22 ഉണ്ടെന്ന് പറയും അല്ലെ. ഇനി ചെവിയിൽ എത്ര എല്ലുകളുണ്ട്, ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിച്ച് എല്ലാവരും തെറ്റിക്കാറുള്ളതാണ്. നമുക്കറിയാം ഒരു ചെവിയിൽ 3 ബോൺസ് ആണുള്ളത് അല്ലെ, മാലിയസ്, ഇൻഗസ്, ടേപ്പിസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സെൻസ് ഓർഗൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്നിരിക്കലും ഒന്നുകൂടെ ഓർക്കുക, അങ്ങനെ 3 എണ്ണം വെച്ച് നമുക്ക് 2 ചെവി ഉണ്ട് അല്ലേ. അപ്പൊ 3 × 2 എത്ര എല്ലുകൾ ഉണ്ടാവും, 6 എല്ലുകൾ ഉണ്ടാവും. അപ്പൊ ചെവിയിൽ എത്ര എല്ലുണ്ടെന്ന് ചോദിച്ചാൽ ചാടിക്കയറി 3 എനിക്കറിയാം, പേരടക്കറിയാം, മാലിയസ്, ഇൻഗസ്, ടേപ്പിസ് എന്ന് പറഞ്ഞ് 3 മാർക്ക് ചെയ്താൽ അടിക്കും നെഗറ്റീവ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് എന്താ, 2 ചെവി നമുക്കുണ്ട്. സോ 3 × 2 6. ഇനി ഹയോയിഡ് ബോൺ എന്ന് നമ്മൾ പറയും, നെക്കാണ്. ഹയോയിഡ് ബോൺ എന്ന് നമ്മൾ പറയുന്നത് ഏതാണ്, നെക്കാണ്. അത് എത്ര എണ്ണാണുള്ളത്, ഒരെണ്ണാണുള്ളത്. സോ ഇനി ഫേസിലെ മൊത്തം മുഖത്തിലെ എല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എന്ത് പറയുക, 22 + 6 + 1 29 എന്ന് പറയുക. ഫേഷ്യൽ ബോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കണം. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഫേഷ്യൽ ബോൺസ് ചോദിച്ചാൽ 14. പക്ഷെ അതേസമയം ഒരു മനുഷ്യന്റെ മുഖത്ത് എത്ര എല്ലുകളാണുള്ളത്, ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, ഞാൻ തിരുത്തുകയാണ് ഇവിടെ തന്നെ. ഒരു മനുഷ്യന്റെ മുഖത്ത് എത്ര എല്ലുകളാണെന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 22, സ്കള്ളിലുള്ള 22, അതുപോലെ മുഖത്തുള്ള ചെവിയിലുള്ള 6 പ്ലസ് നെക്കിലുള്ള ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ എത്ര എണ്ണമാണ് പറയേണ്ടത്, 29 പറയേണ്ടത്. മക്കളെ തിരുത്തുകയാണ്, വീണ്ടും ശ്രദ്ധിക്കണേ. മുഖത്തുള്ള എല്ലുകളുടെ എണ്ണം ടോട്ടൽ ചോദിച്ചാൽ 29 ആണ്. ഇത് സ്കള്ളിൽ വരുന്ന ഫേഷ്യൽ ബോൺസ് ആണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന 14 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക അല്ലെ. മുഖം എന്ന് പറയുമ്പോൾ അതിൽ ചെവിയും ഈ പറയുന്ന നെക്കും എല്ലാം ചേർത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പറയേണ്ടതുണ്ട് അല്ലേ. സോ ടോട്ടൽ 29 വരും. ഇനി വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളം എന്ന് വെച്ചാൽ ഇതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ഇത് 26 എണ്ണമാണ് ഉള്ളത്. പക്ഷെ അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴാണ്, കൗമാരപ്രായമൊക്കെ എത്തുമ്പോഴാണ് എന്താവുന്നത്, അത് 26 മാറുന്നത്. ജനിച്ചു വീണ് കൗമാരപ്രായം എത്തുന്നത് വരെ അത് 33 എണ്ണമാണ് ഏകദേശം ഉണ്ടാവുക. അത് പലതും ഫ്യൂസായി ജോയിന്റ് ആയി എണ്ണത്തിൽ കുറയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് 26 മാറുന്നത്. അതായത് ഇപ്പോൾ ഒരു ജനിച്ചു വീണ കുഞ്ഞിൽ എത്ര എല്ലുകളാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് 300+ എന്നാണ് നമ്മൾ പറയുക. ജനിച്ചു വീണ കുഞ്ഞിൽ 300 പരം ഉണ്ടാവും. അതെങ്ങനെയാണ്, അത് വളർന്ന് വലുതായി പോത്തുപോലെയായ മനുഷ്യന് 206 എണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ ഈ ജനിച്ചു വീണ കുട്ടിക്ക് ഇത് കൂടുതൽ എല്ലുണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ ആണ്. ഈ 300 പരം എല്ലുകളിൽ പലതും ഫ്യൂസായി നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്കറിയുന്ന നമ്മൾ ഈ പഠിക്കുന്ന പല എല്ലുകളുമായിട്ട് എന്ത് ചെയ്യണം, കൂടിച്ചേരാണ് ഉണ്ടാവുന്നത്. സോ ആ പ്രോസസ്സിൽ അത് എന്തായിട്ട് മാറും, 206 മാറും. അതുപോലെയാണ് ഇവിടെയും വെർട്ടിബ്രൽ കോളം എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. വെർട്ടിബ്രൽ കോളം ഒരു അഡോളസെന്റ് ഏജ് വരെ 33 ഉണ്ടാവുന്നത്. അഡോളസെന്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും എത്രയായിട്ട് മാറും, 26 മാറും. ഇനി ചെസ് ബോൺ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചെസ് ബോൺ എന്ന് പറയുന്നത്. സ്റ്റേണം അല്ലെങ്കിൽ അത് എത്ര എണ്ണാണുള്ളത്, ഒരെണ്ണാണുള്ളത്. റിബ്സ് 24 എണ്ണം, 12 പേർ എണ്ണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം എത്ര പേരുണ്ടാവും, 12 പേരുണ്ടാവും. 12 × 2 എത്ര ഉണ്ട്, 24 ഉണ്ടെന്നും എന്ത് ചെയ്യുന്നതാണ് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 80 ബോൺസ് ആണുള്ളത്. അതിൽ സ്കള്ളിൽ തലയോട്ടിയിൽ 22 എണ്ണം ഉണ്ട്, ക്രേനിയം 8, അതിൽ വരുന്ന ഫേഷ്യൽ ബോൺസിന്റെ എണ്ണം 14. ഇനി ചെവിയിൽ 6 എണ്ണം ഉണ്ട് അല്ലെ, 2 ചെവിയിലും കൂടെ 6 എണ്ണം, നെക്ക് ഒരെണ്ണം. അപ്പൊ മുഖത്തുള്ള എല്ലുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 22 + 6 + 1 29. വെർട്ടിബ്രൽ കോളം ആണെങ്കിൽ 26. അത് 26 പഠിച്ചാൽ മതി, 33 ഞാൻ എക്സ്ട്രാ ഫാക്ട്സ് എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി പണ്ടൊക്കെ കേരള PC ചോദിക്കുന്ന ചോദ്യമായിരുന്നു, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് എത്ര ബോൺസ് ഉണ്ടാവും എന്നുള്ളത്. 300-ലധികം. SSC RRB ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, സ്റ്റിൽ ഓർത്തിരുന്നോളൂ. ചെസ് ബോൺ, സ്റ്റേണം ഇവനാണ്, ഒരെണ്ണാണ്. റിബ്സ് 24 എണ്ണാണ് ഉള്ളതെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾ എന്തിനെ പറ്റി പഠിക്കേണ്ടത്, ആക്സിയൽ സ്കെൽട്ടനെ പറ്റി പഠിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ ആണ്. അവിടെ 80 എണ്ണം കഴിഞ്ഞു. സോ ബാക്കിയുള്ള 126 എണ്ണം കൂടി ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക.
അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതിൽ വരുന്നതാണ് പെൽവിക് ഗേർഡിൽ. ഇത് പെൽവിക് ഗേർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഭാഗത്തെ എല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെൽവിക് ഗേർഡിൽ, GARDLE, ഗേർഡിൽ എന്നാണ് വായിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ അപ്പർ ലിംബുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാനായിട്ട് പറ്റും. ലോവർ ലിംബുകൾ, അപ്പർ ലിംബ്, ലോവർ ലിംബ്, അതുപോലെ ഷോൾഡർ ഗേർഡിൽ, ഷോൾഡറിൽ വരുന്ന ഗേർഡിൽ, അതുപോലെ പെക്ടോറൽ ഗേർഡിൽ, ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ പെക്ടോറൽ ഗേർഡിൽ, രണ്ടും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. പെക്ടോറൽ ഗേർഡിൽ അല്ലെങ്കിൽ ഷോൾഡർ ഗേർഡിൽ, ഈ ഭാഗത്ത് വരുന്നതല്ലേ, ഇതെല്ലാം ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, 126 ബോണുകൾ വരുന്നത്. ഇനി ഇതിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ മുട്ടിന്റെ ചിരട്ട എന്ന് പറയുന്നത്. നമ്മൾ നീ ക്യാപ്പിനെ വിളിക്കുന്നത് പാറ്റല്ല എന്ന പേരിലാണ്. പാറ്റല്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെയാണ് നീ ക്യാപ്പ് ആണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ അപ്പൻഡിക്കുലർ സ്കെൽട്ടണിൽ മൊത്തം 126 ബോണുകളാണുള്ളത്. ഇവിടെ നിന്ന് അങ്ങനെ ചോദ്യം കണ്ടിട്ടില്ല കേട്ടോ, ഒട്ടും ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ടോപ്പിക് ആണെന്നുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. അതിൽ വരുന്നത് പെൽവിക് ഗേർഡിൽ, അപ്പർ ലിംസ്, ലോവർ ലിംസ്, ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ പെക്ടറൽ ഗേർഡിൽ, നീ ക്യാപ്പ് ആണെന്ന് പറയുന്നത് പാറ്റേല എന്ന് പറയുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ എല്ല്, ഏറ്റവും വലിയ എല്ല്, ഏറ്റവും ബലം കൂടിയ എല്ല് എന്നൊക്കെ പറഞ്ഞ ഒറ്റ ആൻസർ എന്താണത്, ഫീമറാണ്, നമ്മുടെ തൊടയലാണ്, ഇവനാണ് ഇതെന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും വലിപ്പം കൂടിയ, ഏറ്റവും ബലം കൂടിയ എല്ലെന്ന് പറയുന്നത് ഏതാണ്, ഫീമറാണ്. ചെറുതെന്ന് പറയുന്നത് ഏതാണ്, സ്റ്റേപ്പീസ് ആണ്, ചെവിയിലുള്ളതാണ്, എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് അറിയുന്നതുമാണ്, എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ അപ്പൻഡിക്കുലർ സ്കെൽട്ടനെ പറ്റിയിട്ടുള്ള ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കി, ആക്സിയൽ സ്കെൽട്ടനെ പറ്റിയിട്ടുള്ള ബേസിക്സും എന്ത് ചെയ്തു, മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ജോയിന്റ്സ് ആൻഡ് മൂവ്മെന്റ്സ് ആണ്. അതായത് ഈ ജോയിന്റുകളും മൂവ്മെന്റുകളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ ജോയിന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ സന്ധി എന്ന് പറയും. സന്ധി എന്ന് പറയുന്നു. എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, മൂവ്മെന്റ് ഓഫ് ബോൺസ് ആണ്. നമുക്കറിയാം അല്ലെ, കൈ മടക്കണമെങ്കിൽ മടക്കാനും. എഗെയിൻ മസിൽസ് പറഞ്ഞു, മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്താ ജോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ളൊരു രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ത് ചെയ്യുകയുണ്ടായി, ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ബോൺസ്, ബോൺസിന്റെ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഗീവ് മോർ ഫ്ലെക്സിബിലിറ്റി ഫോർ ദ ബോൺസ് ടു ബോൺസിനെ മൂവ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി തരുന്നു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, രണ്ട് ജോയിന്റുകൾക്കിടയിൽ എല്ലിന്റെ ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ജോയിന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ മുട്ടിനിടയിൽ ഉണ്ടെങ്കിൽ അല്ലേ, നമുക്കറിയാം ഇത്തരത്തിലുള്ള ജോയിന്റുകളിൽ ഞട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് നമ്മൾ മുറുക്കുമ്പോൾ, പല മെഷീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ജോയിന്റ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടെ എണ്ണ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറേ കാലം കഴിയുമ്പോൾ തട്ടിയും മുട്ടിയും പൊട്ടലും വരയും സ്ക്രാച്ചും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മനുഷ്യന്റെ ബോഡിയിൽ അത്തരത്തിലുള്ള ജോയിന്റുകൾ വരുമ്പോൾ, അത്തരത്തിലുള്ള കണക്ഷൻസ് വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ലൂബ്രിക്കൻ്റ് ആയിട്ട് വരുന്ന ഫ്ലൂയിഡ് ആണ് ഏതെന്ന് പറയുന്നത്, സൈനോവിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ജോയിന്റ് ഫ്ലൂയിഡ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, പലവട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ രണ്ട് എല്ലുകൾ കൂടി ചേരുന്ന സ്ഥലത്തെ നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നു. എല്ലിനെയും കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ, ടിഷ്യൂസിനെ നമ്മൾ എന്ത് പറയുന്നു, ലിഗമെന്റ് എന്ന് പറയുന്നു. മാറിപ്പോരുത്. എല്ലും കൂട്ടിമുട്ടുന്ന സ്ഥലം ജോയിന്റ് ആണ് അല്ലേ. അവിടെ ഓഫ് കോഴ്സ് ലിഗമെന്റ്സ് ഉണ്ടാവും, പക്ഷേ എന്താ പറയുക, രണ്ട് രീതിയിൽ നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ജോയിന്റുകളുടെ ഫംഗ്ഷൻ എന്താണ്, നമുക്ക് മര്യാദയ്ക്ക് നടക്കാനൊക്കെ സഹായിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ട് ജോയിന്റുകളുടെ ഇടയിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് ഇതെന്ന് പറയുന്നത് സൈനോവിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ജോയിന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ജോയിന്റുകൾ ഉണ്ട്. പിവറ്റ് ജോയിന്റ് ഉണ്ട്, ബോൾ ആൻഡ് സാക്കറ്റ് ജോയിന്റ് ഉണ്ട്, ഹൈഞ്ച് ജോയിന്റ് ഉണ്ട്, ഗ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ട്. അത്രയും ഉള്ളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഇത്രയും എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ എല്ലുകൾക്ക് വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങളാണ്, അല്ലെങ്കിൽ സ്കെൽട്ടൽ സിസ്റ്റത്തിന് വരുന്ന അസുഖങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. റുമാറ്റിക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ സന്ധിവാദം എന്ന് പറയും. സന്ധിവാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. കോസ്ഡ് ബൈ ഇൻഫെക്ഷൻ ഇൻ ജോയിന്റ്, സന്ധികളിൽ എന്തെങ്കിലും അണുബാധ വരുന്നതുകൊണ്ട്, ഇഞ്ചുറീസ് മുറിവുകളോ പരിക്കുകളോ പറ്റുന്നതുകൊണ്ട്, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഡ്യൂ ടു ഓൾഡ് ഏജ്, പ്രായാധിക്യം കൊണ്ട് വരുന്ന കാരണങ്ങൾ, വയസ്സാകുമ്പോൾ വരുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ എന്തുണ്ടാവാം, സന്ധിവാദം ഉണ്ടാവാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്, കാർട്ടിലേജിനാണ് എന്ത് ചെയ്യുന്നത്, ഡാമേജ് വരുന്നത്. കാർട്ടിലേജിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡാമേജ് വരുന്നുണ്ട്. കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുമ്പോൾ അതിൽ അത്ര ബലമില്ലാത്ത ഒരു എല്ല് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ, നമുക്ക് കടിച്ചു പൊട്ടിക്കാൻ പറ്റുന്ന ബലമില്ലാത്ത എല്ല്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇതിനുള്ള സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ പെയിൻ, ഇൻകേപ്പബിൾ ഓഫ് മൂവിങ് ജോയിന്റ്സ് ഒക്കെ എന്താണ്, അതിന്റെ സിംറ്റംസ് ആണ്. ചോദ്യം ഇത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ. റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, ബോൺസിനെ, അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വൈഡ് ആയിട്ട് പറയണമെങ്കിൽ സ്കെൽട്ടൽ സിസ്റ്റത്തെ ബാധിക്കുന്നു. ഡിസ്ലൊക്കേഷൻ, അസ്ഥിഭ്രംശം, ഞാൻ പറയേണ്ട കാര്യം പോലുമില്ല. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോൺസ് ഇൻ ജോയിന്റ്സ് അല്ലെ, ജോയിന്റ്സ് നിന്ന് എല്ലുകൾ ഇറങ്ങി വരുന്നു. നമ്മുടെ കഴിഞ്ഞ
ക്രിക്കറ്റ് മാച്ചിലൊക്കെ നമ്മൾ രോഹിത് ശർമ്മയ്ക്ക് ഇങ്ങനെ പുട്ടുപോലെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അവിടെ സംഭവിക്കുന്നത് എന്താണ്, ലിഗമെന്റ്സിന് ഡാമേജ് ഉണ്ടാവുന്നതാണ്. സ്നായുക്കൾക്ക് തകരാറുണ്ടാകുമ്പോൾ ലിഗമെന്റ്സിന് തകരാറുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശ്നം വരുന്നത്. സിവിയർ പെയിൻ ഉണ്ടാവും, ഒഡീമ നീർവീക്ക് ഉണ്ടാവും, അതുപോലെ ചലനത്തിലൊക്കെ എന്ത് ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇതൊന്നും ചോദ്യമായിട്ട് അങ്ങനെ വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ ഞാൻ പഠിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. റുമാറ്റിക് ആർത്രൈറ്റിസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഏതിനെ ബാധിക്കുന്നതാണ്, അസ്ഥികളെ ബാധിക്കുന്നതാണ്. ഇനി സ്പ്രെയിൻ, നമുക്കറിയാം ഉളുക്ക് അല്ലേ, എന്താണ് അത് സംഭവിക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഉളുക്കുക എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. മറക്കരുതാത്തൊരു കാര്യം ദേ ഓസ്റ്റിയോപോറോസിസ്, കയ്യും കണക്കില്ലാതെ ചോദിച്ചിട്ടുണ്ട്. റൊമാറ്റിക് ആർത്രൈറ്റിസ് ചോദിച്ചതിനേക്കാളും ചോദിച്ചിട്ടുണ്ട്. ഓസ്റ്റിയോപോറോസിസ് മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തെ അഫക്ട് ചെയ്യുന്ന അസുഖമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺസ് ബിക്കം ബ്രിട്ടിൽ ആൻഡ് കോസ് ഫ്രാക്ചർ, അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായിട്ട് അവ പൊടിയുന്നതിന് കാരണമാവുന്ന അല്ലെങ്കിൽ ആ ഒരു അസുഖത്തെ നമ്മൾ എന്താണ് പറയാ, അത് ഓസ്റ്റിയോപോറോസിസ് എന്നാണ് നമ്മൾ പറയാ. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു, ദിസ് മേ ബി ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഡിഫക്ട്സ് ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി കൊണ്ടുണ്ടാവാം. അപ്പം 3 പോയിന്റ്സ് ഈ ഓസ്റ്റിയോപോറോസിസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒപ്പം പഠിക്കണം. ഒന്നാമത്തെ പോയിന്റ്, അത് എവിടെ അഫക്ട് ചെയ്യുന്ന അസുഖമാണ്, ബോൺസിനെ അഫക്ട് ചെയ്യുന്ന അസുഖമാണ്. ബോൺസ് ബ്രിട്ടിലാവും. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് ബലക്ഷയായി അല്ലേ, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ബലം കുറഞ്ഞു പോകുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് പൊട്ടുന്നു അല്ലേ. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ഇങ്ങനെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിക്കാം. എ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺസ് ബിക്കം ബ്രിട്ടിൽ ആൻഡ് കോസസ് ഫ്രാക്ചർ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ഈസ് ഡാഷ് എന്നൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ആദ്യം ഓർത്ത് വയ്ക്കുക, ബോൺസ് ബ്രിട്ടിൽ ആവുന്നത്, ഫ്രാക്ചർ ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ളത് ഓസ്റ്റിയോപോറോസിസ് ആണ്. ഉണ്ടാവുന്നതിനുള്ള കാരണം കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയും വൈറ്റമിന്റെ ഡെഫിഷ്യൻസിയാണ്. എഗെയിൻ അതും ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ ചോദ്യം വളരെ സ്ട്രേറ്റ് ആയിട്ട്, ഓസ്റ്റിയോപോറോസിസ് ഏത് ഭാഗത്തെ അഫക്ട് ചെയ്യുന്നു. അപ്പോൾ 3 നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുന്നത് ഹിപ്പ് ബോൺ, ഇടുപ്പലിനെയാണ്, റിസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത്, ആൻഡ് വെർട്ടിബ്രൽ കോളത്തെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത് കൂടി ഓർത്ത് വെക്കുക. ഇനിയുള്ളതാണ് മസ്കുലാർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ പേശീക്ഷയം എന്ന് പറയും. ഇത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം. ഇത് സാധാരണ ആൺകുട്ടികളിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. എ കണ്ടീഷൻ ദാറ്റ് ലീഡ്സ് ടു ദ ഡീജനറേഷൻ ഓഫ് മസിൽസ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. പല കാരണങ്ങളുണ്ടാവും ഉണ്ടാവും. ഇത് എന്തുണ്ടാവും, മസിൽസിന് വേണ്ടത്ര ബലമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എന്ത് ചെയ്തത്, ഈ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ആരിലാണ് കാണപ്പെടുന്നത്, ബോയ്സിലാണ് കാണപ്പെടുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ കുറച്ചധികം അസുഖങ്ങൾ നമ്മൾ പഠിച്ചെങ്കിലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, റുമാറ്റിക് ആർത്രൈറ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ഓസ്റ്റിയോപോറോസിസ് ആണ്. ഒന്നുകൂടെ ഞാൻ ഓർമ്മിക്കാം, എല്ലുകളെ അഫക്ട് ചെയ്യുന്നു, ബ്രിട്ടിലാവുന്നു ബോൺസ്, ഫ്രാക്ചർ ഉണ്ടാവുന്നു, കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉണ്ടാവുന്നതെന്നും ഓർത്ത് വെക്കുക. അപ്പോൾ അത്രേ എന്തുള്ളൂ, നിങ്ങൾ എല്ലിനെയും പല്ലിനെയും പറ്റി പഠിക്കാനുള്ളൂ. എല്ലിനെയും മസിൽസിനെയും പറ്റി പഠിക്കാനുള്ളൂ. പല്ല് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ, വഴിയെ നമുക്ക് പഠിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പഠിപ്പിക്കാവുന്ന, ചോദ്യം വരാവുന്ന ഒരു ഏരിയ ആണ്, ഈ സ്കെലിട്ടണോ മസിൽസോ ഒന്നും ഇല്ലാതെ ചില ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നുണ്ട്. നമുക്ക് ഈ മസിൽസും സ്കെൽട്ടനും ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ചലിക്കാൻ പറ്റുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ചലിക്കുന്ന കുറച്ച് ജീവികളുണ്ട്. അവരുടെ ലോക്കോമോട്ടീവ് ഓർഗൻസ്, അവർ ചലിക്കാൻ ഉപയോഗിക്കുന്ന ഓർഗൻസ് ഏതാണെന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, ഡ്യൂറിങ് വിച്ച് ഓർഗൻ, അല്ലെങ്കിൽ ഏത് ഭാഗം ഉപയോഗിച്ചാണ് പാരാമീസിയം എന്ത് ചെയ്യുന്നത്, ലോക്കോമോഷൻ പോസിബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ പാരാമീസിയത്തിന്റെ ലോക്കോമോട്ടീവ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അത് സീലിയയാണ്. പാരാമീസിയത്തിന്റെ ലോക്കോമോട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്, സീലിയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇനി യുഗ്ലീന എന്ന് പറയുന്ന ജീവിയുടെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഫ്ലജല്ലമാണ്. യുഗ്ലീനയുടെ ആണെങ്കിൽ ഫ്ലജല്ലാണ്. അത് ഈ 4 പോലെ ബാക്കിൽ കാണുന്നുണ്ടോ, ഇത് വെച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. യുഗ്ലീനയുടെ ഫ്ലജല്ലാണ്. എർത്ത്വർം, സീറ്റ എന്ന് പറയുന്നതാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുന്നുള്ളതേ ഉള്ളൂ. സീറ്റ എന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് മണ്ണിരയുടെ ലോക്കോമോട്ടീവ് ഓർഗൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വേറൊന്നുമില്ല. പാരാമീസിയത്തിന്റെ ലോക്കോമോട്ടീവ് ഓർഗൻ സിലിയ, യുഗ്ലീനയുടെ ആണെങ്കിൽ ഫ്ലജല്ലം, എർത്ത്വർം ആണെങ്കിൽ സീറ്റ എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഒരു ചെറിയ കാര്യം കൂടി, ചെടികളെ പറ്റിയിട്ടുള്ള പഠനം നമ്മൾ അവസാനിപ്പിച്ചതാണ്. മനുഷ്യനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ചെടിയെ പറ്റി പഠിപ്പിക്കില്ല. എന്നിരിക്കലും ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചിരുന്നു. ഈ പാവം ചെടികൾക്ക് അനങ്ങാൻ വേറെ വഴിയൊന്നുമില്ല. ആകപ്പാടെ ഈ ട്രോപ്പിക് മൂവ്മെന്റും അതിനോട് ചേർത്ത് വെക്കേണ്ടുന്ന മറ്റൊരു മൂവ്മെന്റ് ആണ് നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എസ് എസ് ഇങ്ങനെയാണ് ചോദിച്ചത്, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് മൂവ്മെന്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റിമുലസ് സച്ച് എ മൂവ്മെന്റ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം നാസ്റ്റിക് മൂവ്മെന്റ്. അതായത് ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ ഇപ്പം സൂര്യപ്രകാശം വരുന്ന ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഓക്സിജൻ വരുന്നതും ചെടി വളഞ്ഞു പോകുന്നതും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മണ്ണ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വേരുള്ളിലോട്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുള്ള ഭാഗത്തേക്ക്, അതിന്റെ ഡയറക്ഷനിലേക്ക് പോകുന്ന മൂവ്മെന്റുകളാണ് ഇതെന്ന് പറയുന്നത് ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫോട്ടോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. ഇവിടെ
ഈ ഈ ഡയറക്ഷൻ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഇതുമില്ല. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് തൊട്ടാലും അടിയിൽ നിന്ന് തൊട്ടാലും മേലെ നിന്ന് തൊട്ടാലും സൈഡിൽ നിന്ന് തൊട്ടാലും എവിടെ നിന്ന് തൊട്ടാലും ഇവൻ അടയുന്ന ഒരു രീതി ഉണ്ട് അല്ലേ? ആ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവൻ അടയുന്നുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു കൊടുക്കുന്ന ഒരു സ്റ്റിമുലസിന്റെ ഡയറക്ഷന് അതിന്റെ മൂവ്മെന്റുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മൂവ്മെന്റിനെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ തൊട്ടാവാടി. തൊട്ടാവാടി നമ്മൾ എവിടെ തൊട്ടാലും എന്ത് ചെയ്യും, ആ സാധനം അത് അടയുന്ന രീതിയിൽ തന്നെ അടയും. എന്നാൽ നിങ്ങൾ അടിയിൽ നിന്നല്ലേ തൊട്ടെ, ഞാനൊന്ന് തിരിഞ്ഞടഞ്ഞേക്കാം. നിങ്ങൾ മേലെ നിന്നല്ലേ തൊട്ടെ, എന്നാൽ പിന്നെ ഞാനൊന്ന് തിരിച്ച് എന്താ പറയാ സൈഡ് മാറി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് അടച്ചേക്കാന്നൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, അവൻ പറയാൻ പോകുന്നില്ല അല്ലേ? അവൻ അടയുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, തൊട്ടാവാടി അടയുള്ളൂ. സോ നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസിനും അതിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനും യാതൊരു ബന്ധവുമില്ലെങ്കിൽ അത്തരത്തിലൊരു മൂവ്മെന്റിനെ നമ്മൾ വിളിക്കും നാസ്റ്റിക് മൂവ്മെന്റ്. സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, താഴെ തന്നിട്ടുള്ളവയിൽ ഏത് പ്ലാന്റ് ആണ് നാസ്റ്റിക് മൂവ്മെന്റ് എക്സിബിറ്റ് ചെയ്തെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, പറഞ്ഞു കൊടുക്കണം. മൈമോസ പ്ലാന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്, ടച്ച് മീ നോട്ട് എന്നും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. രണ്ടും എന്ത് തന്നെയാണ്, തൊട്ടാവാടിയാണെന്നും ഓർത്തിരിക്കുക. അപ്പൊ ഞാനിതിവിടെ ഒന്ന് ചേർത്ത് പറഞ്ഞു എന്നുള്ളതിൽ ട്രോപ്പിക് മൂവ്മെന്റും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. പ്ലാന്റ്സിന്റെ മൂവ്മെന്റ് പറയുമ്പോൾ ട്രോപ്പിക് മൂവ്മെന്റ് പഠിച്ചു. ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ ഏതും പറഞ്ഞു, നാസ്റ്റിക് മൂവ്മെന്റും പറഞ്ഞു. എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. അപ്പൊ നമ്മുടെ മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റം എന്ത് ചെയ്തു, കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് സിസ്റ്റം കൂടിയേ ബാക്കിയുള്ളൂ. ഒന്ന് എൻഡോക്രൈൻ സിസ്റ്റം, രണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അഥവാ പ്രത്യുൽപാദന വ്യവസ്ഥ. അതുമായിട്ട് നമുക്ക് എവിടെ കണ്ടുമുട്ടാം, അടുത്ത ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.